റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആയിട്ടുള്ള നിരവധി ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കുന്ന വീഡിയോസ് ഇതിനോടകം തന്നെ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ട് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളാണ് അതിൻ്റെ റീപേയ്മെൻറ്റ് അഥവാ അതിൻ്റെ തിരിച്ചടവിനെ കുറിച്ച്. അതിലെ പ്രധാന സംശയങ്ങളാണ് എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നത്, നമ്മൾ ഓട്ടോ ഡെബിറ്റ് ആക്ടിവേറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം, ഓട്ടോ ഡെബിറ്റ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുൻകൂറായിട്ട് അഥവാ പ്രീ ക്ലോസർ നമുക്ക് ചെയ്യുവാൻ സാധിക്കുമോ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ EMI ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കുമോ, റീപേയ്മെന്റ് ചെയ്തിട്ടും പേയ്മെന്റ് പെൻഡിങ് അഥവാ ആപ്ലിക്കേഷനിൽ അത് റിഫ്ലക്റ്റ് ആകുന്നില്ല തുടങ്ങിയ രീതിയിലുള്ള പല സംശയങ്ങളും പലരും എന്നോട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഇങ്ങനെയുള്ള സംശയങ്ങൾ നമ്മളൊരു ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ട് അതിൻ്റെ തിരിച്ചടവിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്തുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള അനേകം വീഡിയോസ് ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കല്ല്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ക്ലിൻസ്രാജ് ഇൻഫോസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ അതിനുള്ള മറുപടി നൽകുന്നതാണ്. എൻ്റെ പേര് ക്ലിൻസ്രാജ് മണിവള്ളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ തിരിച്ചടവ് നടത്താൻ സാധിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, നമുക്ക് മാനുവലി പേ ചെയ്യാം. മാനുവലി നമുക്ക് പേ ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ്, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് ബാങ്കിങ്, അല്ലെങ്കിൽ ഗൂഗിൾ പേ, ആമസോൺ പേ, പേടിഎം തുടങ്ങിയ നമ്മുടെ മൊബൈലിലുള്ള UPI മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്തുവാൻ സാധിക്കും. അടുത്തൊരു പേയ്മെൻറ്റ് മെത്തേഡാണ് ഓട്ടോ ഡെബിറ്റ് അഥവാ ENSCH എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ENSCH എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് പെർമിഷൻ കൊടുക്കണം. ഈ പെർമിഷൻ കൊടുക്കുക പറയുന്നത് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ ക്രെഡൻഷ്യലും അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് ബാങ്കിന്റെ ക്രെഡൻഷ്യൽ, യൂസർ ID, പാസ്വേഡ് തുടങ്ങിയവ ഉപയോഗിച്ച് നമുക്ക് അതിനുള്ള പെർമിഷൻ കൊടുക്കാം. അങ്ങനെയെങ്കിൽ ഓട്ടോ ഡെബിറ്റ് നമ്മളുടെ ആക്ടിവേറ്റ് ആവുകയും ആ EMI ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കുകയും ചെയ്തോളും. എന്നാൽ മാനുവലി നമ്മൾ പേ ചെയ്യുന്നതിനുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് EMI ഡേറ്റിലോ EMI ഡേറ്റിന് മുമ്പോ അല്ലെങ്കിൽ നമുക്ക് പ്രീ ക്ലോസറോ ചെയ്യുവാൻ സാധിക്കും. പിന്നീട് നമുക്ക് അതൊരു പ്രശ്നം ഉണ്ടാവുകയില്ല നമ്മൾ മാനുവലി നമ്മൾ സ്വമേധയാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ. എന്നാൽ ഓട്ടോ ഡെബിറ്റ് മുഖേനയാണ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത്. EMI ഡേറ്റിൽ മാത്രമായിരിക്കും അതിന്റെ പേയ്മെന്റ് നടത്തുവാൻ സാധിക്കുക. അതായത് നമ്മൾ ഓൾറെഡി പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ EMI ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി, അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് തനിയെ എടുത്തോളും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഇതിന് മുൻകൂറായിട്ട് നമുക്ക് പ്രീ ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ 1-2 ദിവസം മുമ്പ് നമുക്ക് അടച്ചു തീർക്കാനോ സാധിക്കുകയില്ല. നമ്മൾ അങ്ങനെ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ആ EMI ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ ആ പെർമിഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് EMI ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കും. അതുകൊണ്ട് ഓട്ടോ ഡെബിറ്റ് കൊടുത്തവർ ഒരു കാരണവശാലും മുൻകൂറായിട്ട് അല്ലെങ്കിൽ പ്രീ ക്ലോസ് ചെയ്യാൻ പാടില്ല. ചില ആപ്ലിക്കേഷനിൽ നമ്മൾ നിർബന്ധമായും ഓട്ടോ ഡെബിറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ ENSCH കൊടുത്താൽ മാത്രമേ നമുക്ക് ലോൺ ലഭിക്കുകയുള്ളൂ. എന്നാൽ ചില ആപ്ലിക്കേഷനിൽ ചിലവരോട് മാത്രമേ ഓട്ടോ ഡെബിറ്റ് നിർബന്ധമായിട്ടും ആവശ്യപ്പെടാറുള്ളൂ. മാനുവലി കൂടുതൽ പേ ചെയ്യാൻ അവർ അവസരം നൽകുന്നുണ്ട്. ക്രെഡിറ്റ് ബി, ട്രൂ ബാലൻസ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളിൽ കൂടുതലും അവർ മാനുവലി നമുക്ക് സ്വമേധയാ പേയ്മെന്റ് നടത്തുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പം വേണമെങ്കിലും പേയ്മെന്റ് സാധിക്കും. നമ്മുടെ EMI ഡേറ്റ് തൊട്ട് മുമ്പുള്ള ഏതൊരു ദിവസവും നമുക്ക് പേയ്മെന്റ് നടത്തുവാൻ സാധിക്കും. അതാണ് ഏറ്റവും ബെറ്റർ. എപ്പോഴും നിങ്ങൾ മാനുവലി പേ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മാനുവലി ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. എനിക്ക് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ വരുന്നത് മണിവ്യൂ എന്ന ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ്റെ തിരിച്ചടവിനെ കുറിച്ചാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവർ ഓട്ടോ ഡെബിറ്റ് ചെയ്ത്, അതായത് ഓട്ടോ ഡെബിറ്റിനുള്ള പെർമിഷൻ കൊടുത്ത് എന്നിട്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ കാണിക്കുന്നത് ഓട്ടോ ഡെബിറ്റ് ഡിസേബിൾഡ് എന്നാണ് കാണിക്കുന്നതാണ് അവർ പറയുന്നത്. പേയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും അവിടെ കാണിക്കുന്നില്ല. ഇതിന് പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഓട്ടോ ഡെബിറ്റ് കൊടുത്തിട്ടും ചിലപ്പോൾ ഈ ഓട്ടോ ഡെബിറ്റ് ആക്ടിവേറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ പെർമിഷൻ ഡെനേഡ് ആകും. അതുകൊണ്ടാണ് അവിടെ ഓട്ടോ ഡെബിറ്റ് ഡിസേബിൾഡ് എന്ന് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള സമയത്തിൽ നമ്മുടെ ആ ഓപ്ഷനും കാണിക്കത്തില്ല, പേയ്മെൻറ്റ് നടത്താനുള്ള ഒരു ഓപ്ഷനും അവിടെ കാണിക്കുന്നില്ല. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അവരെ കസ്റ്റമർ സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്യുക. കസ്റ്റമർ സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് പ്രശ്നം, നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ലെന്ന് പറയുക. സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. പിന്നെ നമ്മൾ ഓട്ടോ ഡെബിറ്റ് ഡിസേബിൾഡ് എന്ന് കാണിച്ചാലും ചിലരുടെയൊക്കെ ആ EMI ഡേറ്റിൽ ഓട്ടോമാറ്റിക്കലി ക്യാഷ് എടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ആ EMI ഡേറ്റിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനും കാണിച്ചിട്ടില്ല, ഓട്ടോ ഡെബിറ്റ് ഡിസേബിൾഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അവരുടെ കസ്റ്റമർ സപ്പോർട്ടിനെ ബന്ധപ്പെട്ട് അവരെ കാര്യം അറിയിക്കണം. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ അവർ നമുക്ക് നൽകുന്നതാണ്. കാരണം ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആ EMI ഡേറ്റിൽ പേയ്മെൻറ്റ് നടത്താൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ കുറയും, അതുപോലെ തന്നെ ബൗൺസിങ് ചാർജ് ഉണ്ടാവും, മറ്റു ഫൈനുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കാരണമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ EMI ഡേറ്റിന് മുമ്പ് നിങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കണം. EMI ഡേറ്റിന് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുവാണെങ്കിൽ ഓട്ടോ ഡെബിറ്റ് ആണെങ്കിൽ രാവിലെ 12 മണി തൊട്ട് ഉള്ള സമയത്ത് എപ്പം വേണമെങ്കിലും അവർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കാം. അതുകൊണ്ട് തലേദിവസം തന്നെ നിങ്ങൾ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യാനെന്ന് ഉറപ്പ് വരുത്തുക. ഇനി RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ച് എന്ന ലോൺ ആപ്ലിക്കേഷൻ്റെ തിരിച്ചടവ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നടത്താമെന്ന് ഞാൻ നിങ്ങളെ എക്സാമ്പിളായിട്ടൊന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കുന്ന ഒരു വീഡിയോ ഇതിനോടകം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. ഈ യൂട്യൂബ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും.
നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റീപേയ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ നിലവിൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ റീപേയ്മെന്റ് പേജ് ആണ് വരുന്നത്. ആദ്യമേ നിങ്ങൾ പാസ്വേഡ് കൊടുക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കും ഫ്രണ്ട് പേജിൽ തന്നെ അതിന്റെ റീപേയ്മെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് ബാലൻസ് 3586 രൂപയാണ് പേയ്മെന്റ് എന്നുള്ളതാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം ഹോം ലോൺസ് റിവാർഡ്സ്. അവിടെ ലോൺസിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ EMI ഡേറ്റ്, നമ്മൾ എന്നാണ് തിരിച്ചടക്കേണ്ടത്, എത്ര പേയ്മെന്റ് നടത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഷെഡ്യൂൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേയ്മെന്റ് ഡ്യൂ ഡേറ്റ് എനിക്കിവിടെ 3 EMI ആണുള്ളത്. ആദ്യത്തെ EMI ഞാൻ അടച്ചിട്ടുണ്ട്. ഇപ്പം രണ്ടാമത്തെ EMI ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതിനു മുമ്പ് ഈ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പേയ്മെന്റ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഹോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. ഹോം എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മേക്ക് എ റീപേയ്മെന്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം സെലക്ട് എമൗണ്ട് ടു റീപേ. ഇവിടെ 3 ഓപ്ഷൻസ് ആണുള്ളത്. നെക്സ്റ്റ് എമൗണ്ട് ഡ്യൂ 1793 രൂപ, അതായത് നമുക്ക് അടുത്ത EMI ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ടോട്ടൽ ഡ്യൂ അത് എത്രയാണെന്ന് വെച്ചാൽ 3586. പലർക്കും പല രീതിയിലായിരിക്കും, കാരണം അവർ ലോൺ എടുക്കുന്ന എമൗണ്ട് ആണ് ഈ ടോട്ടൽ ഡ്യൂ എന്ന് കാണിക്കുന്നത്. അത് നമുക്ക് ഒറ്റ തവണയായിട്ട് നമുക്ക് പേയ്മെന്റ് നടത്തുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതർ എമൗണ്ട് നിങ്ങൾ മാക്സിമം പേയ്മെന്റ് ചെയ്യാതിരിക്കുക. EMI-ക്കാട്ട് കുറച്ച് തുക കൂട്ടിയോ കുറച്ചോ നമുക്ക് അടയ്ക്കാൻ സാധിക്കും. അങ്ങനെ പേയ്മെന്റ് മാക്സിമം ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് എമൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ ഡ്യൂ ഇത് രണ്ടുമേ ചെയ്യാവുള്ളൂ. ടോട്ടൽ എന്ന് വെച്ചാൽ നമുക്ക് ലോൺ ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എമൗണ്ട് എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് താഴെ എനിക്ക് കുറച്ച് റിവാർഡ് ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഈ EMI കുറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിൽക്കുകയാണ് കൺഫേം റീപേയ്മെന്റ്, നമ്മൾ എത്ര രൂപയാണ് അടയ്ക്കുന്നത്, റിമൈനിങ് ബാലൻസ് എത്ര രൂപയാണ്, ഡിഡക്ഷൻ ഫ്രം റിവാർഡ്സ്, ഇതെല്ലാം നമുക്ക് കാണിക്കാം. ഓക്കെ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ കൺഫേം ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ കൺഫേം കൊടുക്കുകയാണ്. കൺഫേം കൊടുത്തതിന് ശേഷം ഇതുപോലൊരു പേജാണ് വരുന്നത്. ഇവിടെ നമ്മുടെ മൊബൈലിലുള്ള UPI മെത്തേഡ്സ്, ഗൂഗിൾ പേ, ആമസോൺ പേ, എൻ്റെ ഫെഡ് മൊബൈൽ തുടങ്ങിയ നിരവധി UPI മെത്തേഡ്സ് കാണും. അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെന്റ് സാധിക്കും. എപ്പോഴും ഏറ്റവും എളുപ്പവും കൺവീനിയൻ്റ് ആയിട്ടുള്ള പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് UPI മെത്തേഡ്സ് ആണ്. അതുകൊണ്ട് ഞാൻ ഗൂഗിൾ പേ ആണ് അവിടെ ക്ലിക്ക് ചെയ്യുന്നത്. അതിന് ശേഷം ഗൂഗിൾ പേ ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പേജാണ് വരുന്നത്. നിങ്ങൾക്കത് കാണത്തില്ലായിരിക്കും, കാരണം സ്ക്രീൻ റെക്കോർഡിംഗ് അവർ അലൗഡ് അല്ല. അതിന് ശേഷം ഞാൻ എൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സൗണ്ട് ഇപ്പോൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ പ്രോസസിംഗ് യുവർ പേയ്മെന്റ്, താങ്ക് യു, യുവർ പേയ്മെന്റ് ഹാസ് ബീൻ ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട്, ബാക്ക് ടു ലോൺസ്, നമുക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. എപ്പോഴും ഇങ്ങനത്തെ UPI മെത്തേഡ്സ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാൻ സാധിക്കും. ഒരു മിക്ക ലോൺ ആപ്ലിക്കേഷനിൽ നിന്നും വായ്പ എടുക്കുന്നത് അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ആയിട്ടുള്ള മാത്രമുള്ള ലോണുകളാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കുന്നതും അതിൻ്റെ തിരിച്ചടവും ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തതിന് ശേഷം മെസ്സേജ് അയച്ചതിനുള്ള മറുപടി നൽകുന്നു.